ഇറാൻ അമേരിക്ക യുദ്ധം തുടരുന്നതിനിടയിൽ അയൽ രാജ്യങ്ങളോട് മാപ്പ് പറഞ്ഞ് ഇറാൻ. എന്നാൽ വീണ്ടും UAE, ഖത്തർ, ബഹ്റൈൻ, സൗദി അറേബ്യ രാജ്യങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ചു. ഇതേ സമയം ഇറാനെ കീഴടങ്ങാൻ പോലും ബാക്കി വയ്ക്കില്ല എന്ന് ട്രംപ് ഭീഷണി മുഴക്കി. താൽക്കാലിക വിസയിലും വിനോദയാത്രാ വിസയിലും ഖത്തറിലെത്തിയ ഇന്ത്യക്കാരോട് അടിയന്തരമായി രജിസ്റ്റർ ചെയ്യാൻ ഖത്തർ ഭരണകൂടം ആവശ്യപ്പെട്ടു. US-ഇറാൻ യുദ്ധത്തെ തുടർന്ന് തേങ്ങ കയറ്റുമതിയിൽ വൻ കുറവുണ്ടായതോടെ നാട്ടിൽ തേങ്ങയുടെ വില കുറയും. വെളിച്ചെണ്ണയുടെയും വില കുറഞ്ഞു തുടങ്ങിയതായി റിപ്പോർട്ട്. ഇന്ത്യ ഏത് രാജ്യത്തു നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുമെന്നും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നത് വാങ്ങുക എന്നതാണ് തന്ത്രമെന്നും മറ്റേതെങ്കിലും രാജ്യത്തിന്റെ അനുമതി രാജ്യത്തിന് ആവശ്യമില്ല എന്നും കേന്ദ്ര ഗവൺമെന്റ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. ഇത്തരം അസത്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇംഗ്ലണ്ടിനെതിരായ സെമി ഫൈനലിൽ 89 റൺസ് 42 പന്തിൽ നിന്ന് നേടിയ സഞ്ജു സാംസൺ വളരെ പെട്ടെന്ന് ലോക ക്രിക്കറ്റ് ആരാധകരുടെ പ്രിയപ്പെട്ട കളിക്കാരനായി മാറി. ഇന്ത്യ 7 റൺസിന് വിജയിക്കുകയും കൂടി ചെയ്തപ്പോൾ 2020 ലോകകപ്പ് ഫൈനൽ സ്റ്റേഡിയത്തിന് സമീപമുള്ള വഴിയോര ജഴ്സി കച്ചവടക്കാർ ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം സഞ്ജു കാ ജഴ്സി മിലേഗ ക്യാ എന്നാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ സന്ദർശനത്തിനിടെ തൻ്റെ ഒപ്പം നടന്ന CPM ജില്ലാ സെക്രട്ടറി K റഫീഖിനോട് നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ നടക്കുന്നത് എന്തിന് എന്ന മമ്മൂട്ടിയുടെ ചോദ്യം വൻ ചർച്ചയായി. പണ്ടും സൗന്ദര്യമുള്ളവരെയും തന്നേക്കാൾ നന്നായി വേഷം ധരിച്ചിരിക്കുന്നവരെയും മമ്മൂട്ടി ഇഷ്ടപ്പെടാറില്ല എന്നാണ് ഉയരുന്ന കമൻറ്റുകളിൽ കൂടുതലും. ഇതേ സമയം റഫീഖ് ഇടിച്ചു കയറിയതല്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി വയോജന വകുപ്പ് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധി പൊതുയുഗയാത്രാ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഏർപ്പെടുത്തുമെന്നും KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പാടാക്കുമെന്നും ക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കി വർദ്ധിപ്പിക്കുമെന്നും 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ ഏർപ്പെടുത്തുമെന്നുമുള്ള 5 ഉറപ്പുകളാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വാഗ്ദാനം. പത്തനംതിട്ട തുലാപ്പള്ളിയിൽ കാറുമായി കാണാതായ പുളിക്കൽ ജോസഫൈനെ ശ്രീനഗറിന് സമീപം പോലീസ് കണ്ടെത്തി. പമ്പ പോലീസ് യുവാവുമായി നാട്ടിലേക്ക് തിരിച്ചു. ഹൈദരാബാദിലെ മല്ലപ്പൂരിലെ വൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ പ്രമുഖ ബ്രാൻഡ് പൊട്ടിക്കാത്ത ബിയർ കുപ്പിക്കകത്ത് ജീവനുള്ള മത്സ്യത്തെ കണ്ടത് വാർത്തയായി. ചെറുമീനിനെയാണ് നിറഞ്ഞ ബിയർ കുപ്പിക്കുള്ളിൽ കണ്ടത്. ആലുവയ്ക്കും അങ്കമാലിക്കും ഇടയിൽ വച്ച് വന്ദേ ഭാരത് ട്രെയിനിന് നേരെ വീണ്ടും കല്ലേറ് നടന്നു. തിരുവനന്തപുരത്ത് നിന്ന് പോവുകയായിരുന്ന ട്രെയിനിന് നേരെയായിരുന്നു കല്ലേറ്. റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് കോങ്ങാട് MLA K ശാന്തകുമാരിയെ സൈബർ തട്ടിപ്പിന് ഇരയാക്കാൻ 2 മണിക്കൂർ ശ്രമം നടന്നതായി വാർത്ത. ഇന്നലെ MLAയുടെ നമ്പറിലേക്ക് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിൽ നിന്നെന്ന് പറഞ്ഞാണ് ഫോൺ വന്നത്. തട്ടിപ്പുകാർ ആവശ്യപ്പെട്ടതനുസരിച്ച് MLA ആധാർ കാർഡ് നമ്പർ ഉൾപ്പെടെ നൽകുകയും ഒറ്റയ്ക്ക് മുറിയിൽ കയറിയിരുന്ന് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. പിന്നീട് സൈബർ പോലീസ് കേസെടുത്തു. KSRTC ബിസിനസ് ക്ലാസ് ബസ്സുകൾ ഈ മാസം 15-നകം സർവീസ് തുടങ്ങുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി തമിഴ്നാടുമായുള്ള അന്തർ സംസ്ഥാന കരാർ KSRTC ഈ ചൊവ്വാഴ്ച ഒപ്പിടും. വിമാനത്തെ പോലെ തന്നെ പാൻട്രി, ശുചിമുറി, ബസ് ഹോസ്റ്റസ് എന്നിവ ഉൾപ്പെടുന്നതാണ് ബിസിനസ് ക്ലാസ് ബസ്. ഇരിങ്ങാലക്കുട കനാൽ പരിസരത്ത് ആൾക്കാർ നേരിടുന്ന രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. പരാതി ഇമെയിലിൽ അയച്ച തണ്ടാശ്ശേരി ബിജുവിൻ്റെയും ബബിതയുടെയും വീട്ടിൽ ഇന്നലെ രാത്രിയോടെ കേന്ദ്രമന്ത്രി എത്തി.